പശ്ചിമേഷ്യയിലെ വാർത്തയിലേക്കാണ്. കുവൈറ്റിൽ ഇറാൻ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ആ വാർത്ത. വൈദ്യുതി കുടിവെള്ള പ്ലാന്റിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇറാൻ ആക്രമണം പ്രതിരോധിച്ചതായി സൗദി അറിയിച്ചിട്ടുണ്ട്. ഇറാനുമായി ഉടൻ കരാറിലെത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതീക്ഷ പ്രകടിപ്പിച്ചു. നേരിട്ടുമല്ലാതെയും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇറാനിൽ ഭരണമാറ്റം സംഭവിച്ചു എന്നാണ് ട്രംപ് പറയുന്നത്. ഫൈസൽ ഹംസയുണ്ട്. ഫൈസൽ ഹംസ, ഗുഡ് മോർണിംഗ്. ഫൈസൽ ഹംസ, വാർ ഡെസ്കിൽ നിന്നും ഇന്നും വളരെ ആശ്വാസമുള്ളൊരു വാർത്ത നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു ഇന്ത്യക്കാരൻ കുവൈറ്റിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ്. ട്രംപ് പറയുന്നു അവരുടെ ഭരണമാറ്റമൊക്കെ സംഭവിച്ചിരിക്കുന്നു, മുജിതബയെ വധിച്ചു എന്ന് ചിലരെങ്കിലും പറയുന്നു. പക്ഷേ മുജിതബ ഇന്ന് ഒരു മെസ്സേജ് ഇടുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്നത്? ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണോ വീണ്ടും പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത്? ഫൈസൽ ഹംസ. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. സൂചിപ്പിച്ചതുപോലെ തന്നെ പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ, പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ എങ്ങനെ മുഖവിലക്കെടുക്കണമെന്നുള്ള ഒരു സംശയത്തിലാണ് ലോകം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രസ്താവന പുറത്തു വരുന്നത്. ഫിനാൻസ് ടൈംസിന് അദ്ദേഹം നൽകിയ ഒരു അഭിമുഖത്തിലെ റിപ്പോർട്ടുകളായിരുന്നു അത്. അതിൽ അദ്ദേഹം പറയുന്നത് കാർഗ് ദ്വീപ് പിടിച്ചെടുക്കുമെന്നുള്ള ഒരു സൂചനയാണ്. ഇറാനിലെ എണ്ണ വളരെ പ്രിയപ്പെട്ടതാണ്, അതെന്തിനാണ് എന്നൊക്കെ ഇവിടെയുള്ളവർ ചിലർ ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള ഒരു സൂചനയാണ് ട്രംപ് നൽകുന്നത്. അതിനർത്ഥം ഒരു ഗ്രൗണ്ട് ഇൻവേഷന്, ഒരു ഗ്രൗണ്ട് യുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ തൊട്ടു പിന്നാലെ മാധ്യമങ്ങളെ കാണുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് ഇറാനുമായി വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ്, നേരിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അല്ലാത്ത തരത്തിലുള്ള ചർച്ചകളും ഇൻഡയറക്റ്റ് ടോക്കുകളും നടക്കുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. അതിലെല്ലാം വലിയ പ്രതീക്ഷയുണ്ട് എന്നും ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ 20 കപ്പലുകളെ കടത്തിവിട്ടത് ഇതിന്റെ ശുഭസൂചനയാണോ എന്നും ട്രംപ് പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ട്രംപിന്റെ അവകാശവാദം, ഇറാനിൽ ഓൾറെഡി ഒരു റെജിം ചേഞ്ച്, ഭരണമാറ്റം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവിടുത്തെ സംവിധാനങ്ങളെല്ലാം പൂർണ്ണമായും തകർന്നിരിക്കുന്നു. അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട IRGCയുടെ സൈനിക നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായും പുതിയ ഒരു നേതൃത്വവുമായാണ് എന്നുള്ളതാണ്. ഇത് സാധൂകരിക്കാൻ വേണ്ടി ട്രംപ് നടത്തുന്ന അവകാശവാദം. എന്തായാലും മറുവശത്ത് ഇറാൻ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ അവർ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഏത് തരത്തിലാണോ ഇറാനിൽ ആക്രമണം നടത്തുന്നത് അതിന് സമാനമായ ആക്രമണം തിരിച്ചുമുണ്ടാകും എന്നുള്ളതാണ്. കണ്ണിന് കണ്ണ് എന്നുള്ളതാണ് നയം എന്നുള്ളത്. നേരത്തെ കഴിഞ്ഞ ദിവസമാണ് ഇറാനിലെ പവർ പ്ലാന്റുകൾക്ക് നേരെയും കുടിവെള്ള ശുചീകരണ പ്ലാന്റുകൾക്ക് നേരെയും ആക്രമണമുണ്ടായത്. ഇന്ന് കുവൈത്തിലും സമാനമായ ആക്രമണം ഇറാൻ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. അതിലൊരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. എന്തായാലും പശ്ചിമേഷ്യയിലെ സംഘർഷം വ്യാപിക്കുകയാണ്. ഫൈസൽ ഹംസയാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ഫൈസൽ ഹംസ.